ഇന്ന് നമുക്കായി പാടാനെത്തുന്നത് ഷാജി എം ധരൻ. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആ സഹോദരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാജി. ഷാജി സുഖമാണോ? സുഖമാണ് സാർ. നമ്മുടെ ഓപ്പണിംഗ് എപ്പിസോഡിൽ വേൽമുരുകനെ കൊണ്ടിറക്കിയ ആളാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ വേദിയിൽ വന്നതിന് ശേഷം? തീർച്ചയായും സാർ. നാട്ടുകാര്, സുഹൃത്തുക്കള്, അവരുടെ അനുമോദനം, പ്രോഗ്രാംസ്, പിന്നെ ഒരു ഓണപ്പാട്ട് പാടി. ഗുഡ്. ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഉയർച്ചകളെ ഉണ്ടാകും, അത് യാതൊരു സംശയവുമില്ല. കാരണം എല്ലാവരുടെയും തുടക്കം അമൃത തന്നെയാണ്. കാരണം ഒരുപാട് ഷോസ് അമൃത തുടങ്ങിയിട്ട് അത് റിപ്ലിക്കായിട്ട് പോയിട്ടുണ്ട്, പല ചാനൽസും എടുത്തിട്ട് അത് വലിയ ബിഗ് ക്യാൻവാസിൽ പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു വ്യത്യാസം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഏത് പാട്ടാണ് പാടുന്നത് സാർ? ചമ്പുക്കളം തച്ചല്ലേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പോൾ. അത് പാട്ടാണ് കേട്ടോ. അത് നമ്മുടെ രവീന്ദ്ര മാഷിന്റെ സോങ് ആണ്. ഞാനും ദാസേട്ടനും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ബൂത്ത് നിന്ന് മത്സരിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. ചെമ്പക്കുളം തച്ചനുന്നം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോണിയോ, ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിപ്പെരുന്തോണിയോ. ഏതായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ, ചിരിച്ചിപ്പിച്ചോരും ഇളം മുത്തിലൊന്നേ കൊരുത്തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. പായിപ്പാട്ടെ ഓടിവള്ളമായൊരൻ മുഖക്കായൽ മൂടിവള്ളമാണു നീ. പായിപ്പാട്ടെ ഓടിവള്ളമായൊരൻ മുഖക്കായൽ മൂടിവള്ളമാണു നീ. മുഴക്കോലു പോലും കൂടാതെന്നേ നിന്നെ ഞാൻ അളന്നിട്ടു പെണ്ണേ, എന്നോടെന്താണീ ഭാവം? മിനുങ്ങുന്നൊരെൻ നുണുങ്ങോളമേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ, നീലപ്പൂവെ നീ കുടന്ന മഞ്ഞുമായി. പാലച്ചോട്ടിൽ കാത്തു നിന്നതെന്തിനോ, നീല
നീലപ്പൂവെ നികുടന്ന മഞ്ഞുമായി നിറഞ്ഞ നിൻ മൗനം പാടും പാട്ടിൻ താളം ഞാൻ. ഒരിക്കൽ നിൻ കോപം പൂട്ടും നാദം മീട്ടും ഞാൻ. മനക്കൂട്ടിലേ മണിപ്പൈങ്കിലേ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ ചിരിച്ചിപ്പി ചോരും ഇളം മുത്തിലൊന്നി കൊരുത്തുള്ളു ചുണ്ടിൽ മാപ്പു നീ തരൂ തരൂ തരൂ. ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം കളിത്തുമ്പികൾ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നൊരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ഒരു ശബ്ദമായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത്. കാഴ്ചയിലല്ല, അതിൻ്റെ ഒരു പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു വേറൊരു ശബ്ദമായിട്ടാണ് വരുന്നത്. വെരി ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ ഈ സിനിമയുടെ റെക്കോർഡിങ് ABMG തിയേറ്ററാണ്. അപ്പൊ അന്ന് ദാസന്റെ പാട്ടായിരുന്നു. അപ്പൊ ഈ ഇത് വന്നിട്ട് തുടിക്കുന്നു എന്ന് പാടിയപ്പോ ഉണ്ടല്ലോ, ഇടിക്കുന്നു, വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഉണ്ടല്ലോ, ആ സ്പീക്കറിലൂടെ വന്നപ്പോഴത്തേ നെഞ്ചത്ത് 2 ഇടിയാണ്. ഗാനഗന്ധർവൻ എന്ന് ചുമ്മാതല്ല വിളിക്കുന്നത്, വിലമതിക്കാൻ പറ്റാത്ത ഒരു അസറ്റാണ് നമ്മുടെ ഇന്ത്യക്ക് ദാസൻ.